ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ വൈക്കം സത്യാഗ്രഹവേളയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചുവർശില്പം നവപുരം മതാതീത ദേവാലയത്തിൽ ഒരുക്കി. മലപ്പുറം തിരൂരിലെ ശില്പി ഷിബു വെട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പത്തിന്റെ നിർമ്മാണം നടന്നത്. പ്രാപ്പോയിൽ കക്കോട് ഗ്രന്ഥപ്രതിഷ്ഠയുള്ള നവപുരം മതാതീത ദേവാലയത്തിലെ സംവാദ മണ്ഡപത്തിലാണ് ചുവർശില്പം ഒരുക്കിയിരിക്കുന്നത്. ശില്പത്തിന്റെ ഔപചാരിക അനാച്ഛാദനം എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് നിർവഹിച്ചു. അതാണ് ഗുരു പറഞ്ഞത്, ഒരു ജാതിയേ ഉള്ളൂ, ആ ജാതി ഏതാ? മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു. ഗുരുവിന് മുമ്പിലുള്ള മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു ഒരു കുലം എന്നൊക്കെ. പക്ഷേ എങ്കിലും എന്താണ് ഒരു ജാതി എന്ന് വ്യാഖ്യാനിച്ച് പറയാൻ കഴിഞ്ഞത് ഗുരുവിനാണ്. ഗുരു അത് ശാസ്ത്രീയമായ രീതിയിലും പറഞ്ഞു, ദാർശനികമായ രീതിയിലും പറഞ്ഞു, അനാട്ടമിക്കലായിട്ടും പറഞ്ഞു. അപ്പോൾ ആധുനിക ലോകത്തിന് ഏതാണോ സ്വീകാര്യമായത് അതെടുക്കാം. അനാട്ടമിക്കൽ ഇങ്ങനെ ഇതിനു വേണ്ടി 2 കൃതികൾ ഗുരു എഴുതിയിട്ടുണ്ട്. ജാതി ലക്ഷണം, ജാതി നിർണയം എന്ന് പറഞ്ഞിട്ട് 2 കൃതികൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ജാതി? എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ ഇനം എന്നതാണ് ജാതി. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു പ്ലാവ് കണ്ടു. പ്ലാവ് തന്നെ പലതരത്തിലുണ്ട്. ഏതാ? വരിക്ക പ്ലാവ്, പിന്നെ പലതരം പ്ലാവുകളില്ലേ, പലതരം ചക്ക, അതുപോലെ മാങ്ങ. അപ്പം നമ്മൾ ചോദിക്കും ഇത് ഏതിനാ എന്ന് ചോദിക്കും അല്ലേ. അതുപോലെ വാഴപ്പഴം, പലതരം വാഴപ്പഴമുണ്ട്, ഏതിനത്തിൽപ്പെട്ടതായത്? അതുപോലെ ഒരു ഇനമാണ് മനുഷ്യനും. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു ഇനം. പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ഇത് മനുഷ്യൻ. കാരണം എല്ലാ മനുഷ്യർക്കും എന്താണ്, ഒരേ തരത്തിലാണ് അവർ. പുണർന്നു വെറും എല്ലാം ഒരിനമാം എന്ന് ഗുരു വ്യക്തമായി പറഞ്ഞു. അതാണ് അനാട്ടമിക്കലി പറഞ്ഞത്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരേ ശാസ്ത്രീയമായ വഴിയിൽ കൂടെ തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും ജനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ശാസ്ത്രീയമായി നോക്കിയാലും മനുഷ്യൻ ഒരിനം തന്നെയാണ്. അധിക മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ 2021 ഒക്ടോബറിൽ ഗ്രന്ഥപ്രതിഷ്ഠ നടന്നു. അന്ന് ഗ്രന്ഥപ്രതിഷ്ഠ നടത്തിയപ്പോൾ പുസ്തകമാണ് നവപുരത്തിൻ്റെ ആശയം. അറിവാണ് ആശയം, അറിവിലൂടെ മനുഷ്യ സഞ്ചരിക്കുക എന്നതാണ് ആശയം. അന്ന് ഗ്രന്ഥപ്രതിഷ്ഠ ഉണ്ടായപ്പോൾ ആ ഗ്രന്ഥപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ആദ്യം സമർപ്പിക്കപ്പെട്ട പുസ്തകം, ചിലപ്പോൾ മനുഷ്യന് നിയോഗം എന്നൊക്കെ പറയാറുണ്ട്, അതുപോലെ ശ്രീനാരായണ ഗുരുകുലത്തിൽ നിന്ന് വന്നൊരു പുസ്തകമായിരുന്നു. ഗുരുദർശനം എന്ന പുസ്തകമായിരുന്നു. മുനി നാരായണ പ്രസാദിൻ്റെ വിശിഷ്ട ചിന്തയിൽ പിറന്ന നാരായണ ചിന്തകളുടെ ഒരു സമാഹാരം. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.